എനിക്ക് പേടിയാന്ന് ഞാൻ ഓൾറെഡി ഇവരോട് പറഞ്ഞു. പേടിയുണ്ട് എന്താണെന്നറിയില്ല, ഇതിലെനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ കമന്റ് ചെയ്യാം, പേടിയുള്ളവരുണ്ടെങ്കിൽ തൂക്കുപാലത്തുമ്മ കയറാൻ പേടിയുള്ളവരുണ്ടെങ്കിൽ കമന്റ്. നമ്മൾ അതിരപ്പള്ളി ചാർപ്പ വാഴ്ചാൽ എല്ലാ സ്ഥലങ്ങളും കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്, അല്ല അത് വേറെ വ്ളോഗാണ്, അത് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. ഇതിനു മുമ്പ് ഞാൻ അതായിരിക്കും അപ്ലോഡ് ചെയ്യുക. വെൽക്കം ടു, അയ്യോ എനിക്ക് ക്യാമറ പിക്ചർ അത്ര വശമില്ല, പ്രകൃതി ഗ്രാമം ഏഴാറ്റുമുഖം. പ്രകൃതി ഗ്രാമം ഏഴാറ്റുമുഖത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തു, നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറും. എന്നിട്ട് ഞാൻ എനിക്ക് എടുക്കാൻ പറ്റുന്ന ഫുട്ടേജസ് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവും ഞാൻ വിചാരിക്കുന്നു. ഇൻട്രോ കുറേ ഞാൻ പറഞ്ഞ് വലിപ്പിക്കേണ്ടല്ലേ, ഉണ്ടെങ്കിൽ അത് പറയാട്ടോ. അപ്പോൾ ഞാൻ അത് അടുത്തതിൽ മിസ്റ്റേക്ക് ക്ലിയർ ആക്കാം. വരുന്ന വഴിയും നല്ല അടിപൊളിയായിരുന്നു. ഞാൻ പക്ഷേ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോൾ, ചെറിയൊരു തലവേനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വരുന്ന വഴി ഞാൻ അത്ര ഇതായിട്ട് എടുത്തില്ല. ഇനി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, കണ്ടാക്കാം ബാക്ക്ഗ്രൗണ്ട് നല്ലൊരു സംഭവം. ഓക്കെ, അപ്പം ഇനി വേഗം കയറട്ടെ. അതിരപ്പള്ളിയിൽ കണ്ട ആ വാ ഫീൽ എനിക്ക് വീഡിയോ അടിക്കുന്നുണ്ട്, കാരണം നല്ല റിസോർട്ട്. ഞാൻ ഇവിടെ വന്നിട്ടില്ല കേട്ടോ. ഞാൻ വന്നിട്ടുണ്ടോ കുട്ടി ഇവിടെ? അമ്മയുടെ എക്സ്പ്രഷൻ കണ്ട. ഇതാണ് സ്ഥലം. ഇനിയിപ്പോൾ ഞാൻ സംസാരിച്ചാലൊരു കാര്യമില്ല, കാരണം ഈ വ്യൂ കാണണം. നിങ്ങൾ കാണാത്തവർ, എന്നെ പോലെ ഇനി കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് കാണിച്ചു തരണം. അപ്പോൾ അതാണ് മെയിൻ കാര്യം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കണ്ടോ ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് കയറി മേലെ പോയിട്ട് ആ തൂക്കുപാലത്തിൽ കൂടെ അപ്പുറത്തേക്ക് കിടക്കാം. പക്ഷേ എനിക്ക് നല്ല ധൈര്യമായതുകൊണ്ടും പേടി ഒട്ടുമില്ലാത്തത് കൊണ്ടും ഞാൻ തൂക്കുപാലത്തിൽ കയറാൻ ഉദ്ദേശിക്കില്ല. കാരണം ഞങ്ങളുടെ അവിടെ തൈക്കൂട്ടല്ലടാ, സോറി എല്ലാവരും നോക്കണം. അപ്പോൾ അവിടെ ഞാൻ പോയപ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു. ഞാൻ എന്നിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നോക്കട്ടെ കേട്ടാ, ഇവിടെ വലിയ കുഴപ്പമില്ല പോലെ. എന്നാലും വേണ്ട, എനിക്ക് പേടിയാ, ഞാൻ പോകണില്ല. അവർ പോട്ടെ. എനിക്ക് പേടിയാണ് ഗൈസ്, എന്താ അറിയില്ല. ഇങ്ങനെ പേടിക്കല. എന്നെ ഇപ്പോൾ തൂക്കുപോലെ പേടിയുള്ളവരെ കമന്റ് ചെയ്തോളൂ. അതൊരു തെറ്റാണോ? എനിക്ക് തോന്നല്ല, എനിക്ക് നല്ല പേടിയാണ്. കുട്ടനെ നോക്കി പേടിപ്പിക്കൽ അവൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ പേടി കാണിക്കണത് കുഴപ്പമുണ്ടോന്ന് വെച്ചാൽ ശരിക്കും ശ്രദ്ധിച്ചു നോക്കണമെങ്കിൽ പേടിച്ചാൽ മതി. എന്നാലും എനിക്ക് എന്താ ഒരു പേടിയുണ്ട്. അവർ കുറച്ചുകൂടി ദൂരം പോയി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കിടന്നത് ഇവിടെ വരെ വന്ന് കണ്ടാവും. വാവ്, ഇങ്ങനെ വെള്ളം ഒഴിക്കൊണ്ടിരിക്കണേ, നൈസ്. അവരുടെ അവിടെ വരെ പോയി. കുറച്ചുകൂടി പോകാനുണ്ട്, ഇനി പകുതി കൂടി പോകാനുണ്ട്. ഞാൻ പോകുന്നില്ല. അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്, അതാണ് കുട്ടൻ പിടിച്ചുകൊണ്ട് പോണത്. പപ്പയും പോയിരിക്കുന്നു വിചാരിക്കുന്നു. പിന്നെ അതേ കണ്ട വെള്ളം, അമ്മേനെ പിടിച്ചാൽ കൊണ്ടുപോകണം. അവിടെ വരെ എത്തിക്കുന്ന ടാർഗറ്റ് ഉണ്ടെന്ന് തോന്നണു. ഓക്കെ, കാണാൻ അടിപൊളിയാട്ടാ, നൈസ്. ഇത് മാത്രമല്ലെന്ന് തോന്നണുണ്ട് എനിക്ക്, താഴേക്കും ഒരുപാടുണ്ടെന്ന് തോന്നണം. ഭയങ്കര അടിപൊളിയായിട്ട് കാണാനൊക്കെ ഉണ്ടെന്ന് തോന്നണേ. കണ്ടോ, ഇതാണ് തൂക്കുപാലം. അപ്പോൾ താഴെ എത്തിയിട്ട് കാണാനുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ കമൻറ്റ് ചെയ്യാം, പേടിയുള്ളവരുണ്ടെങ്കിൽ തൂക്കുപാലത്തുമ്മ കയറാൻ പേടിയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. എനിക്കും അതെ, എനിക്ക് പേടിയാണ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. എൻ്റെ ഒരു ആശ്വാസത്തിന്, എനിക്ക് കൂട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, ഞാൻ നിലത്തേക്ക് അത് കൺവെൻഷൻ വെള്ളം വരാൻ കരയുന്നു. അങ്ങനെ ഇത് കരയുന്നല്ല കേട്ടോ, ഇത് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നപ്പോൾ ഇതാക്കിയതാട്ടോ. പേടിച്ച് നിറച്ച് കുട്ട വീഡിയോ എടുത്തിട്ട് ഞാൻ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ എനിക്ക് നല്ല പേടിയുണ്ട്, എന്താണെന്നറിയില്ല. ഇതിലെനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. പക്ഷെ കുട്ടൻ എന്തോ എന്നോട് എത്തിച്ച് ഇനി തിരിച്ച് ഞാൻ മൂന്നോർത്തിട്ട് പേടിയിട്ട് പാടില്ല. ഞാനും വരും. ഇനിയിപ്പോൾ ഇവർ നടക്കാണ്, അപ്പോൾ ഞാനും നടക്കാണ്. എനിക്ക് നല്ല പേടിയുണ്ട് ഗൈസ്. പക്ഷേ എൻ്റെ ആറ്റിറ്റ്യൂഡിന് നല്ല ഫോട്ടോ ഒക്കെ എടുക്കട്ടെ, ഇൻസ്റ്റയിൽ സ്റ്റോറി ഒക്കെ ഇടാലോ. ചുമ്മാ നിങ്ങൾക്ക് കാണിച്ചിട്ടോ. അപ്പോൾ ചിരിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് എന്നിട്ട് വേണം കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകാനായിട്ട്. പക്ഷെ ഇത്തിരി ധൈര്യം വെച്ച്, എന്നാലും എന്തോ ഒരു പേടി, നമുക്ക് ഉള്ളിലെ ഒരു പേടി ഉണ്ടെങ്കിൽ അത് മാറില്ല. പക്ഷെ നമ്മളത് ചെയ്ത് വേണം മാറ്റാൻ എന്നൊക്കെ എനിക്കറിയാം. എന്നിരുന്നാലും ഒരു പേടി. ഓക്കെ, ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ. അവിടെ നിന്ന് കാണിച്ചു തരാം, ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. തിരിച്ചു തുറന്നോണ്ടിരിക്കാൻ ധൈര്യം വെച്ച പോലെ ഉണ്ട്. എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ, നിങ്ങൾ കണ്ടു കാണല്ലോ. അങ്ങനെ നമ്മൾ തൂക്കുപാലം കയറി കണ്ടേ. ഇപ്പം ശരിക്കും കാണാല്ലേ, നേരത്തെ ഞാൻ അത്ര നന്നായി കാണിച്ചിട്ടില്ലല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ തൂക്കുപാലം കയറി ഇറങ്ങുകയാണ്. അല്ല, പാലല്ല കേട്ടോ, അവിടുത്തെ കഴിഞ്ഞു. ഇവിടുത്തെ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരണം.
അങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഈ വ്യൂ കാണാം നമുക്ക്. പാലം വിത്ത് കണ്ട ഫാമിലി നടക്കും. അങ്ങനെ അവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. കുറച്ച് നേരം അവിടെ ഇരുന്ന് നമുക്ക് വേണമെങ്കിൽ വെള്ളം കാണാം. അത് കഴിഞ്ഞ് അപ്പുറം സൈഡിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അവിടെ ഹട്ടൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കയറാൻ പറ്റുമോ എനിക്കറിയില്ല, നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഗായ്സ്. ഈ ഊഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ലേ? അപ്പോൾ ദേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ദേ ഓക്കെ. അപ്പം ഞാൻ ഊഞ്ഞാലാടട്ടെ. എനിക്ക് എവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടാലും ഇങ്ങനെ ഇഷ്ടമാണ്. എന്തോ നല്ല രസമല്ലേ? മതി. ഇനി അവർ എന്തൊക്കെ കാണാൻ പോയിട്ടുണ്ട്. ഞാനും പോകട്ടെ. ഇത് നമുക്ക് പറ്റൂല. കുഞ്ഞിപ്പിള്ളേരുടെ കളിക്കുന്ന എന്നെ വാൺ ചെയ്ത് കയറണ്ടാന്ന്. ഓക്കെ, അപ്പോൾ ഇതുണ്ട്. അപ്പോൾ നിങ്ങൾ കുട്ടികളെ കൊണ്ടുവരുന്നവർക്ക് ഇവിടെ ഇരുന്ന് കളിക്കാം. ഊഞ്ഞാലുണ്ട്. ഇനി കുറച്ചുകൂടി നടക്കുമ്പോൾ നമുക്ക് നോക്കാം. പപ്പ എന്തോ വിളിച്ച് കാണിച്ചു തരുന്നുണ്ട്. കുരങ്ങന്മാരാണോ? ആണോ? വാവ്, അതേ ഒരു കുരങ്ങൻ ചാടി 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 പോകുന്നു. കാണിച്ചു തരാം. ഒരു കുഞ്ഞു ആവിരിക്കണ്ടേ, കുഞ്ഞു കുരങ്ങൻ. അതെ അതെ, കണ്ട കുഞ്ഞിതുകൊണ്ട് വലുതുണ്ട്. കണ്ട കണ്ട അമ്മയുടെ വിഷമം. അതിരപ്പള്ളിയിൽ കുരങ്ങന്മാർക്ക് കുറേ ഐറ്റംസ് കിട്ടുന്നുണ്ട്, ഫുഡ് ഐറ്റംസ് കിട്ടുന്നു. ഇവിടെ അധികം കിട്ടാനില്ല. അപ്പോൾ ഇവിടെയുള്ള കുരങ്ങന്മാർ ശ്രദ്ധിക്കുക, അതിരപ്പള്ളിയിൽ പോവുക. ഇനി എവിടെയോ? അയ്യോ, അവർ വന്നില്ലല്ലോ. അവർ വരട്ടെ. അവർ വന്നിട്ട് നമുക്കിനി അടുത്ത സ്പോട്ടിലേക്ക് പോകാം. അവൻ അവിടെ ഇരുന്ന് കഴിക്കണം. അമ്മേ നോക്കണമല്ലോ. ഇല്ല, നമ്മുടെ കുട്ടികളുടെ വീഡിയോ എടുക്കണം. മാറിക്കമ്മ, ഞാൻ വീഡിയോ എടുക്കണം. എൻ്റെ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കട്ടെ. ദേവരത്തിന് അവിടെ ഇരുന്ന് കഴിക്കണോക്കി, കഴിക്കണോക്കി. അച്ചടാ കണ്ട കണ്ട കണ്ട. അപ്പോൾ ഗൈസ്, ഇത്രയ്ക്കൊക്കെയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ചെറിയൊരു വ്ളോഗാണ്, ചെറുതല്ല. എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എന്താ എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതാണ് തുമ്പൂർമൊഴി ഡാം ഗാർഡൻസ്. തുമ്പൂർമൊഴി ഗാർഡൻ എന്നാണ് പറയാ. ചോദിച്ചോട്ടേക്കാ. തൂക്കുപാലത്തിൻ്റെ മേലെ ഞാൻ കാണിച്ചു. ഇത് കണ്ട, ഇതാണ് തൂക്കുപാലത്തിൻ്റെ കുട്ടൻ തൂക്കുപാലത്തിൻ്റെ പില്ലറല്ല ഇത്. അങ്ങനെ എന്തോ പറ. പിന്നെ ഇത് തുമ്പൂർമൊഴി ഡാം ഓർ ഗാർഡൻ. പറഞ്ഞു കൊടുക്കാനൊന്ന് അറിവ് ശരിക്കും പറഞ്ഞു കൊടുക്കട്ടെ. തൂക്കുപാലം. തുമ്പൂർമൊഴി തൂക്കുപാലം. പിന്നെ നമ്മൾ എൻട്രൻസ് കണ്ടില്ലേ വരണ വഴിക്ക്? ആ എൻട്രൻസിന് ഹട്ടല്ലല്ലോ. ഇങ്ങനെ ഇരിക്കാം. നമുക്ക് സ്റ്റെപ്പ് കയറി പോയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോയിട്ട് മേലെ പോയിട്ട് അവിടെ ഇരിക്കാം, റിലാക്സ് ചെയ്യാം, ഒക്കെ ചെയ്യാം. ഇതവിടെയാണ് ആ ബോർഡ് നേരത്തെ നമ്മൾ കണ്ടത്. അവർ നടക്കാനുള്ള ഞങ്ങളുടെ പോണ. ഹായ്, നല്ല കാറ്റ് ഇഷ്ടം. ഇലകൾ പാറിപ്പറക്കുന്നു. ഇന്ന് എന്തോ ഭാഗ്യത്തിന് ഇത്രയും ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴ എന്ന് വെച്ചാൽ പെരുമഴയായിരുന്നു. നമ്മുടെ പാടത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ നല്ല വെയില, മഴയെ പെയ്തിട്ടില്ല. അപ്പോൾ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല രസമുണ്ട്. നമുക്കിങ്ങനെ സുഖം എന്ന് വെച്ചാൽ വെള്ളം ഉണ്ട്. നമുക്ക് വന്ന് റിലാക്സ് ചെയ്ത് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു ഡേ ആയി. വേറൊരാൾ ഹലോ മൈൻഡാക്കള്ള. ഞാൻ കൂടുതൽ മൈൻഡാക്കള്ള. എനിക്കിത്തിരി പേടിയുള്ളതുകൊണ്ട്. ഏതൊക്കെ ഇതാണ് ഇതിൻ്റെ സൈഡ് വരുന്നത്. അടിപൊളിയല്ലേ? കണ്ട നല്ല ഫുൾ ഗ്രീനായിട്ട്. ഇവിടെ മൊത്തം ഗ്രീൻ തന്നെ. അവിടെയാണ് റോഡ് വരുന്നത്. നമ്മൾ വന്നത് പോയി നേരത്തെ ഒരു വണ്ടി പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാൻ എനിക്ക് അതിന് കഴിഞ്ഞു. ഒരുവിധം കവർ ചെയ്തു. കുട്ടനും പോകാറേ. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലെ വീഡിയോസായിട്ട് വീണ്ടും വരാം. ഇനി എന്തെങ്കിലും സജഷൻസോ ഫീഡ്ബാക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നിങ്ങളും ഇതുപോലെ തന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.